എനർജി എഫിഷ്യൻസി ഇസ് ദ ഫസ്റ്റ് തിങ് വിച്ച് എവറിബഡി ഹസ് ലുക്ക് അറ്റ്. Okay. ഇപ്പോൾ ഒരു ബിൽഡിംഗ് ആണെങ്കിലും ഇപ്പോൾ ഒരു ക്യാമ്പസ് ആണെങ്കിലും ഇപ്പോൾ ഈവൻ EVs റൈറ്റ്, ബാറ്ററി കമ്പനീസ് ആർ മൂവിങ് ഇൻ ടു കാർ. ഫോർ എക്സാമ്പിൾ BYD, അതെ അതെ അതെ, കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം സ്ഥലമാണല്ലോ. സ്ഥലമാണ് അത്. അപ്പം ഓൾറെഡി എക്സിസ്റ്റിംഗ് ഒരു ബിസിനസ് ഉണ്ട്, അവരുടെ അടുത്ത് ഒരു സ്ഥലം ലീസ് ചെയ്തെടുത്തിട്ട് അവിടെ ഈ CPO കൊണ്ടൊരു EV സ്റ്റേഷൻ വെച്ചിട്ട് ആ റവന്യൂ ഷെയർ ചെയ്യുന്ന മോഡലാണ് ഏറ്റവും ഈസി ടു അപ്ഗ്രേഡ് ദ ഇൻഫ്രാസ്ട്രക്ചർ. പലപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മുടെ പദ്ധതികൾ പൊളിഞ്ഞു പോകുന്ന ഈ ലോക്കൽ അഡാപ്റ്റബിലിറ്റിയുടെ ഇഷ്യൂ അഡ്രസ് ചെയ്യാത്തതിൻ്റെ ഉണ്ട്. അവിടെയാണ് ലോക്കൽ പ്രസൻസ് വെരി ഇമ്പോർട്ടൻറ്റ്. 5Gയിലൊക്കെ വന്നപ്പോൾ ഒത്തിരി പവർ വേണം. അതെ അതെ, 2Gയിൽ കുറച്ച് പവർ മതി, 3G ആയപ്പം കുറച്ചുകൂടെ പവർ കൂടുതൽ കൊടുക്കും, 4G ആയപ്പോഴത്തേക്കും ഒത്തിരി പവർ. എനർജി ഈസ് ദ സെന്റർ ഓഫ് ഓൾ. എനർജി സെന്റർ ഓഫ് എവറിഥിങ്. എനർജി സേവ്ഡ് ഈസ് ദ ചീപ്പസ്റ്റ് എനർജി യു ക്യാൻ പ്രൊഡ്യൂസ്. ഇന്ത്യ ഓൾറെഡി ഒരു ട്രെയിൻ പരീക്ഷിക്കുന്നുണ്ട്. I think in hydrogen, India is well ahead than most of their competitors. If KSA is becoming a big thing, and Qatar is one of the countries who has done major events in the GCC. Hydrogen ഗുണം എന്താ വെച്ചാൽ you can store it. You can store it as hydrogen cells. Okay. അത് വളരെ ക്ലീൻ ആണ്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി, it's a 75 years old company in Qatar. It's called the Manai Corporation. We will do the similar thing what these big developers are doing. We'll do the solution for them, we'll deploy it, we'll manage it for 20 years. 20 yearsലോട്ടുള്ള പവർ അവർക്ക് നമ്മുടെ അടുത്ത് മേടിക്കാം വിത്ത് എ ഫിക്സ്ഡ് കോസ്റ്റ്. ഫോറംസ് ഉണ്ടാകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മളിപ്പം ഖത്തറിലാണെങ്കിലും ഒക്കെ എഞ്ചിനീയേഴ്സ് ഫോറം ഉണ്ട്. നമ്മുടെ കേരളത്തിൽ പഠിച്ച കുട്ടികൾ അല്ലെങ്കിൽ നമ്മളെ പോലത്തെ എഞ്ചിനീയേഴ്സ് എല്ലാവരും ഒരുമിച്ച് കൂടുന്നൊരു ഫോറമാണ്. വി ഗോ ഫോർ എ എക്സിബിഷൻ ഓർ എ സെഷൻ, വി മീറ്റ് പീപ്പിൾ. അപ്പോൾ നെറ്റ്വർക്കിംഗ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഡേ ഫോർ മലബാർ ജേണൽ. ബി രാജൻ ഖത്തറിലെ മന്നായി ഗ്രൂപ്പിൻ്റെ പ്രധാന ചുമതല വഹിക്കുന്ന ആളാണ്. കൊച്ചിയിൽ കുസാറ്റിൽ നിന്ന് എൻജിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞ് ഒരു വലിയ ഗ്ലോബൽ എക്സ്പീരിയൻസ് ഉള്ളതാണ്. ടെലികോം മുതൽ സോളാർ എനർജി മുതൽ ഇലക്ട്രിക്കൽ വെഹിക്കിൾസ് വരെയുള്ള ഒരു സെക്ടറിലെല്ലാം തന്നെ ഇത് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ അദ്ദേഹമായിട്ട് നമ്മൾ സംസാരിക്കുന്നത് പ്രധാനമായിട്ടും ഈ കേരളത്തിൻ്റെ അടുത്ത ഒരു 5 വർഷത്തെ അല്ലെങ്കിൽ 10 വർഷത്തെ ഒരു സാമ്പത്തിക വികസനത്തിൻ്റെയും പുരോഗതിയുടെയും മേഖലയിൽ എന്തെല്ലാം തരത്തിലുള്ള ഇന്നോവേഷൻസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും, എന്തെല്ലാം തരത്തിലുള്ള ഒരു ഗ്ലോബൽ എക്സ്പീരിയൻസിന് നമുക്ക് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും, ഈ വിഷയമാണ് നമ്മൾ പ്രധാനമായിട്ടും സംസാരിക്കുന്നത്. അത് തന്നെ ഇപ്പോൾ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ കഴിഞ്ഞ ഒരു 10-20 വർഷത്തെ കേരളത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ട്രജക്ടറി എടുത്തു കഴിഞ്ഞിരുന്നാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കേരളം ഒരു വലിയ ഒരു മൊബിലിറ്റി ഹബ്ബായി മാറുന്നു എന്നുള്ളതാണ്. അതായത് നമുക്ക് ഇപ്പം ഒരു 6 ലൈൻ നാഷണൽ ഹൈവേ വരുന്നു, അത് ഓൾമോസ്റ്റ് അടുത്ത ഈ വർഷത്തോടുകൂടി അത് കംപ്ലീറ്റ് ആവും. പിന്നെ നമുക്ക് ഓൾറെഡി ഒരു വെൽ ഡെവലപ്ഡ് റെയിൽവേ നെറ്റ്വർക്കുണ്ട്, അതിൻ്റെ സ്പീഡൊക്കെ വളരെ കുറവാണെങ്കിലും നമുക്ക് അതുണ്ട്. 4 ഇൻ്റർനാഷണൽ എയർപോർട്ടുകൾ നമുക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ വളരെ പതുക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്ടർവേ ഒരു ഇതിലേക്ക് ഡെവലപ്പ് ചെയ്ത് വരുന്നു. പിന്നെ നമുക്ക് ഇപ്പോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വന്നിട്ടുണ്ട്, കണ്ടെയ്നർ ടെർമിനൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കൊച്ചിയിൽ വല്ലാർപാടം ടെർമിനൽ നേരത്തെ ഉണ്ട്. സോ എവറിത്തിങ് പോയിന്റ് ടു എ കൈൻഡ് ഓഫ് ഒരു മൊബിലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത്, അല്ലെങ്കിൽ ഈ മൊബിലിറ്റിയെ ലെവറേജ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്ലാനിങ്ങും അതനുസരിച്ചൊരു ഗ്രോത്തിനെ പ്ലാൻ ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവത്തിലാണ് നമ്മൾ അതിന് വലിയ സാധ്യതകളാണ് കാണുന്നതെന്നാണ് പറയുന്നത്. ഇപ്പോൾ പലപ്പോഴും കേരളത്തിനകത്തുനിന്നുള്ള വലിയ ചില പ്രൊഫഷണൽ എക്സ്പേർട്സ് തന്നെ ഇതിൻ്റെ ഒരു സാധ്യതകളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അബേയുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് നോക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ യു ഹാവ് എൻ എക്സ്പീരിയൻസ് ഇൻ യൂറോപ്പ്, ഇൻ ഖത്തർ ആൻഡ് ജപ്പാൻ ആൻഡ് ഓഫ് കോഴ്സ് ഇൻ കൊച്ചിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസിനെ നമുക്ക് എങ്ങനെ ലെവറേജ് ചെയ്യാന്നുള്ളതാണ്. അതിനെക്കുറിച്ചിട്ട് നമുക്കിങ്ങനെ സംസാരിച്ച് തുടങ്ങാം. സോ വെരി ഹാപ്പി ടു ബി ഹിയർ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ നിന്ന് പഠിച്ചു, ക്യുസാറ്റിൽ നിന്ന് ഫസ്റ്റ് ബാച്ച് പാസ് ഔട്ടാണ്. എഞ്ചിനീയറിംഗ് പഠിച്ചു. എഞ്ചിനീയറിംഗ് പഠിച്ച് നേരെ ടെലികോമിലോട്ട് പോയി. ടെലികോമിൽ നിന്ന് ആസ് എ പാർട്ട് ഓഫ് ദാറ്റ് ജേർണി വെൻറ്റ് ടു ജപ്പാൻ ആൻഡ് ടു യൂറോപ്പ് ആൻഡ് ദെൻ ബാക്ക് ഇൻ ഖത്തർ. ഈ ഒരു ജേർണിയിലും പവർ വാസ് ഓൾവേസ് എൻ ഇമ്പോർട്ടൻറ്റ് തിങ്, റൈറ്റ്? സോ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചറിൽ എത്ര പവർ ഉണ്ട്, ഹൗ ആർ യു ഓപ്റ്റിമൈസിങ് ഇറ്റ്, കോസ്റ്റ് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കോസ്റ്റ് എങ്ങനെ ഓപ്റ്റിമൈസ് ചെയ്യാം എന്നുള്ളതിലായിരുന്നു, റൈറ്റ്? അപ്പം പവർ ക്യാൻ ബി സേവ്ഡ് ഓർ ജനറേറ്റഡ്, റൈറ്റ്? അപ്പോൾ അങ്ങനത്തെ ഒരു കൺസെപ്റ്റിൽ പോയപ്പോഴത്തേക്കും
the maximum power which you have saving is the cheapest power which you can produce. അങ്ങനത്തെ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ വോഡഫോൺ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനൊരു 15 വർഷത്തോളം വോഡഫോൺ വർക്ക് ചെയ്തിട്ടുണ്ട് പല രാജ്യങ്ങളിലായിട്ട്. അപ്പോൾ ഡേറ്റാ സെൻറ്റർ ആണെങ്കിലും ടവേഴ്സ് ആണെങ്കിലും ഒക്കെ ഒത്തിരി പവർ കൺസംഷൻ ഉണ്ട്. എനർജിയാണ് അതിൻ്റെ കോർ. ഇപ്പോൾ നമ്മളിപ്പോൾ AI എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതിനകത്ത് എത്ര ഡേറ്റ നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നു അതിനൊക്കെ നമുക്ക് ഒത്തിരി പവർ വേണം. അപ്പോൾ അതുകൊണ്ടാണ് there's a lot of movement in the data center environment. അപ്പം അങ്ങനെ വന്നപ്പോഴാണ് എൻ്റെ ഒരു കഴിഞ്ഞൊരു 5 വർഷമായിട്ട് ഞാനൊരു പവറിലോട്ടാണ് കൂടുതൽ നോക്കുന്നത്. അപ്പോൾ അതിനകത്ത് EV ഉണ്ട്, ഓൺ സൈറ്റ് ജനറേഷൻ ഓഫ് പവർ ഉണ്ട്. ഇപ്പം നൗ ഡേയ്സ് വി ആർ ടോക്കിംഗ് അബൌട്ട് ഹൈഡ്രജൻ. നമ്മളിപ്പോൾ പുതിയ പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട് ഹൈഡ്രജൻ്റെ വേണ്ടിയിട്ട്. അതിനെപ്പറ്റി പറയാം. അപ്പം ആസ് എ പ്രൊഫഷണൽ ഹു ഹാസ് വർക്ക്ഡ് ഓൺ ടെലികോം ആൻഡ് പവർ, ഐ തിങ്ക് ദ നെക്സ്റ്റ് 5 to 10 years ഈസ് ഓൾ അബൌട്ട് ഹൗ ടു ക്രിയേറ്റ് low power, right? Or എത്ര പവർ എത്ര പൈസ കുറച്ചുണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അതിന് ഫസ്റ്റ് ഈസ് ഓപ്റ്റിമൈസിങ് പവർ അല്ലേ. അപ്പം എനർജി എഫിഷ്യൻസി ഈസ് ദ ഫസ്റ്റ് തിങ് വിച്ച് എവറിബഡി ഹസ് ലുക്ക് അറ്റ്. ഇപ്പോൾ ഒരു ബിൽഡിംഗ് ആണെങ്കിലും ഇപ്പോൾ ഒരു ക്യാമ്പസ് ആണെങ്കിലും ഇപ്പോൾ ഈവൻ EVs, റൈറ്റ്? ഇപ്പോൾ പുതിയ EVസിലൊക്കെ ആണെങ്കിൽ ഒത്തിരി ബ്ലേഡ് ബാറ്ററീസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇറ്റ്സ് മോർ എഫിഷ്യൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന പവർ എത്ര സേവ് ചെയ്യുക അല്ലെങ്കിൽ റീജനറേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഉള്ള ഇതൊക്കെയുണ്ട്. പുതിയ കാറിലൊക്കെ ആണെങ്കിൽ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും അവിടെ നിന്ന് വീണ്ടും ചാർജ് അപ്പ് ചെയ്യും. അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. സോ ദർ ഷുഡ് ബി എ ടെക്നോളജി, ദർ ഷുഡ് ബി എൻ എൻവയൺമെൻറ്റ് ടു സപ്പോർട്ട് ദ ടെക്നോളജി ആൻഡ് മോസ്റ്റ് ഓഫ് എ റെഗുലേറ്ററി ഫ്രെയിം വർക്ക്. എങ്ങനെയാണ് ഗവൺമെൻറ് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം ഫ്രം എ ഇ-മൊബിലിറ്റി പെർസ്പെക്റ്റീവ്, ഇ-മൊബിലിറ്റിയിൽ ഒത്തിരി പുതിയ സംഭവങ്ങൾ വരുന്നുണ്ടല്ലോ. ഇപ്പോൾ പഴയ ഒരു കാർ അല്ലെങ്കിൽ പഴയ ഒരു വെഹിക്കിള് ഒരു 5 years മുന്നേ ഉള്ള ഒരു ബാറ്ററി കൺസെപ്റ്റ് അല്ല ഇപ്പോഴത്തെ ബാറ്ററി കൺസെപ്റ്റ്. അപ്പോൾ മോസ്റ്റ്ലി ബാറ്ററി കമ്പനീസ് ആർ മൂവിങ് ഇൻ ടു കാർ. ഫോർ എക്സാമ്പിൾ BYD വാസ് എ ബാറ്ററി കമ്പനി, റൈറ്റ്? നൗ ദേ ആർ ദ വേൾഡ് ലാർജസ്റ്റ് EV പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ നമ്മളാണെങ്കിലും ഖത്തറിൽ നമ്മളാണ് അവരുടെ ഓതറൈസ്ഡ് റീസെല്ലേഴ്സ്. കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് വി ആർ സെല്ലിംഗ് അറൌണ്ട് 200 to 300 cars in a month, right? അപ്പം നമ്മുടെ ചെറിയ കൺട്രിയാണ്, അറൌണ്ട് 2.6 million ആൾക്കാരുള്ള സ്ഥലത്ത് ഇത്രയും EV കാർസ് പോകുമെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഇതിന് മാത്രം. അതും ഖത്തറിൽ ഫോസിൽ എനർജിയുടെ അതുകൊണ്ട് ഇത്രയും അഡോപ്ഷൻ വരുന്ന 2 റീസൺസ് ആണ്. ഒന്നെന്ന് പറയുന്നത് അവൈലബിലിറ്റി ഓഫ് ഗുഡ് വെഹിക്കിൾസ്, റൈറ്റ്? BYD has come out with a lot of good variants. ആൻഡ് ആദ്യം ഒരു ഇതുണ്ടായിരുന്നു, എന്താ പറയുക, ഈ ചൈനീസ് കാർസ് ആണ്, ക്വാളിറ്റി ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഈ മൊബിലിറ്റി ഫസ്റ്റ് ടൈമാണ് വരുന്നത്, ബാറ്ററിയുടെ ലൈഫ് സ്പാൻ എത്ര ഉണ്ടാവും, പിന്നെ ചൂടുള്ള സ്ഥലമാണ്. അപ്പോൾ അഡോപ്ഷൻ ഓഫ് എ EV കാർ ഇൻ ടു ഡെസേർട്ട് ഇസ് വെരി വെരി ഇൻട്രസ്റ്റിംഗ് കൺസെപ്റ്റ്, റൈറ്റ്? അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ചെറിയൊരു ആദ്യം കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, സംശയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഏർലി അഡോപ്റ്റേഴ്സ് ഓൾവേസ് ഹാഡ് ആർ പീപ്പിൾ ഹു വർ വില്ലിംഗ് ടു ടേക്ക് ദ റിസ്ക് എന്ന് പറയുന്നത്. അപ്പം ഞാനൊക്കെ അതിനകത്ത് ആൾക്കാരാണ്. ഞാനൊക്കെ ഫസ്റ്റ് BYD ഇറങ്ങിയ സമയത്ത് നമ്മൾ BYD മേടിച്ച ആൾക്കാർ. പിന്നെ BYD ആസ് എ OEM ദേ ഓൾസോ സ്റ്റാർട്ടഡ് ഗിവിംഗ് എ ലോട്ട് ഓഫ് അഷുറൻസ്. ഇപ്പം നമ്മളൊരു BYD കാർ മേടിക്കുകയാണെങ്കിൽ ബാറ്ററിക്ക് 10 വർഷത്തെ വാറൻറ്റിയാണ്, ഓക്കെ, കാറിന് 8 yearsൻ്റെ വാറൻറ്റിയാണ്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ആൾക്കാർ ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ടഡ് യൂസിങ് ട്രസ്റ്റ് ഫാക്ടർ വരും. പിന്നെ ഉള്ളത് ടെക്നോളജി വൈസ് EV ഇൻഫ്രാസ്ട്രക്ചർ വിച്ച് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ കാർ വരുന്നതനുസരിച്ചിട്ട് EVയുടെ ഇൻഫ്രാസ്ട്രക്ചറും വരണം, ചാർജിങ് സ്റ്റേഷൻസ് വരണം. അപ്പം ആദ്യമൊക്കെ ഒരു കൺസെപ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഷുഡ് വി പുട്ട് ദ ചാർജിങ് സ്റ്റേഷൻസ് ഓർ ഷുഡ് വി ഹാവ് ദ EV കാർസ്, ഈ എഗ് ആൻഡ് ചിക്കൻ കൈൻഡ് ഓഫ് എ തിങ്. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഐ തിങ്ക് ദ റെഗുലേറ്റർ പ്ലേഡ് എ ബിഗ് റോൾ. സോ ഞങ്ങളുടെ എവിടെയാണെങ്കിലും കറാമ വാസ് ദ റെഗുലേറ്റർ, ലൈക്ക് ഇവിടുത്തെ KSEB പോലെ. അപ്പോൾ അവർ ദേ ടുക്ക് ദ ലീഡ് ഇൻ ദിസ്. ദേ ടോൾഡ് ഓക്കെ വി വാണ്ട് ടു ഹാവ് 100 EV ചാർജസ്, ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻസ്. ഇപ്പം EVയിലാണെങ്കിലും 2 ടൈപ്പ് ചാർജിങ് സ്റ്റേഷൻ, ഒന്ന് AC ചാർജിങ്ങും ഒന്ന് DC ചാർജിങ്. AC ചാർജിങ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ടൈം എടുത്തിട്ട് ചെയ്യുന്ന സാധനമാണ്. ഒരു 8 to 10 hours ഒക്കെ എടുക്കും ചാർജ് ചെയ്യാൻ. അത് നോർമൽ കറണ്ടിൽ വർക്ക് ചെയ്യുന്നത്. DC എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ചാർജിങ്. അപ്പോൾ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറും വേണം. ഇപ്പോൾ ഒരു 50 kilowatt അല്ലെങ്കിൽ 100 kilowatt വെക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു പവർ ഇൻഫ്രാസ്ട്രക്ചർ വേണം. അതിൻ്റെ ട്രാൻസ്ഫോമറും അതിനുള്ള സ്റ്റേഷൻസും എല്ലാം വേണം. അത് എല്ലായിടത്തും അവൈലബിൾ അല്ല. എസ്പെഷ്യലി ഐ ഡോണ്ട് നോ അബൌട്ട് ഇന്ത്യ. ഖത്തറിൽ അത്ര എല്ലായിടത്തും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള സ്പേസസിൽ നമ്മൾ വി ഹാവ് ടു അപ്ഗ്രേഡ് ദ ഇൻഫ്രാസ്ട്രക്ചർ ആസ് വെൽ. പിന്നെ ദെൻ കംസ് ദ ഇഷ്യൂസ് ഓഫ്
ഹൗ ടു പുട്ട് ഇറ്റ് അപ്പ്, എങ്ങനെ എവിടെ വെക്കണം എന്നുള്ളത്, ഓക്കെ, ആൾക്കാരുടെ മൂവ്മെന്റ് അനുസരിച്ച്, പിന്നെ ആൾക്കാർക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3-4 കാറിനെങ്കിലും പാർക്കിംഗ് വേണം, തന്നെയല്ല ലൊക്കേഷൻ എവിടെ വെക്കണം. അപ്പം ഫോർ എക്സാമ്പിൾ ഖത്താറിൽ നമ്മൾ ചെയ്തേക്കുന്നത് കൂടുതലും പബ്ലിക് സ്പേസസിലാണ്, പാർക്സ്, മോൾസ്, പിന്നെ ഈ വക്കൂദ് എന്ന് പറയും, ഇവിടുത്തെ ഇന്ത്യൻ ഓയിൽ പോലത്തെ പെട്രോൾ സ്റ്റേഷൻസ്, അവരുടെ പെട്രോൾ സ്റ്റേഷനിൽ വെച്ചു. അങ്ങനെ നമ്മളൊരു 100 പെട്രോൾ സ്റ്റേഷനിൽ ഇത് വെക്കുന്നതിന് എന്തെങ്കിലും സാങ്കേതികമായിട്ട് എന്തെങ്കിലും ആക്സിഡന്റിന്റെയോ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല. അപ്പൊ പെട്രോളിന്റെ ബേസ് വേറെയാണ്, EV-യുടെ ബേ വേറെ ആയിട്ട് വെച്ചു, മാറ്റിയാ വെച്ചേക്കുന്നത്. അപ്പം അതിന് അവര് ഒരു ഇതായിരുന്നു, കാരണം ഓക്കെ എവിടെ വെക്കും, എങ്ങനെയാണ് ഇൻഫ്രാസ്ട്രക്ചർ, ഹൗ ഇസ് ദ മീറ്ററിംഗ് ഗോയിങ് ടു ബി. ഇപ്പം ഖത്തറിലെല്ലാം ഫ്രീ ആണ്, അതൊരു അഡോപ്ഷന്റെ സ്ട്രാറ്റജി ആയിട്ടായിരിക്കും അവരങ്ങനെ വെച്ചിരിക്കുന്നത്. ബട്ട് ദേ വിൽ ചാർജ് എൻഡ് കസ്റ്റമേഴ്സ്. ഇപ്പം 2027 വരെ ഐ തിങ്ക് ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ഫ്രീ. ഓക്കെ, അപ്പം റെഗുലേറ്റർ ഹാസ് ടു പ്ലേ എ പാർട്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഹാസ് ടു ബി ദെയർ, ദെൻ ദ OEMs അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന ആൾക്കാരും ആ ഒരു സിനർജി ഡെവലപ്പ് ചെയ്യാൻ വന്നാൽ മാത്രമേ ഒരു മൊബിലിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് വരത്തുള്ളൂ. അപ്പം EV ഈസ് വൺ ഓഫ് ദം. അഗെയിൻ ആസ് യു ആസ്ക്ഡ്, ഖത്തർ ഈസ് മോർ ഓഫ് എ ഫോസിൽ തിങ്. പക്ഷേ ഖത്തറിലെ ഒരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഖത്താരീസ് ആർ പ്രിറ്റി വിഷണറി കൈൻഡ് ഓഫ് എ പീപ്പിൾ, റൈറ്റ്? അപ്പോൾ അവർക്ക് ദേ വാണ്ട് ടു ബി എ പാർട്ട് ഓഫ് ദ വേൾഡ് community who is going to be a part of the Paris Agreement. So 2003 Paris Agreement ആണെന്ന് തോന്നുന്നു. I think they also signed it. അതനുസരിച്ച് ഒരു വിഷൻ ഉണ്ട്. 20% of the public infrastructure should be more of a net zero or a zero carbon kind of a emission less vehicles എന്നുള്ള സ്റ്റൈലിൽ. അപ്പം ഇപ്പം നോക്കുവാണെങ്കിൽ ഖത്തറിലെ almost all the public buses are EV ആണല്ലോ. പിന്നെ കാർസ് ഇപ്പം അഡോപ്റ്റ് ചെയ്യുന്നു. ഇപ്പം പബ്ലിക് കാർസ് ടാക്സീസ് ആർ മോർ EVs ആണ്. എക്സ്പാട്രിയേറ്റ്സ് പോലെ ഞങ്ങളെപ്പോലത്തെ ആൾക്കാരും ഈലോട്ട് ആഡ് ചെയ്തു. ഖത്തറീസും EVs ഒത്തിരി മേടിക്കുന്നുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ BYD-യുടെ ഒരു ഡെൻസ എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്, അതിപ്പം വെയിറ്റിംഗ് ഈസ് ഫോർ ഓൾമോസ്റ്റ് 2-3 months. അത്രയും ഡിമാൻഡ് ഉണ്ട്. ഹൈ എൻഡ് എന്ന് പറയാൻ പറ്റില്ല, ഇത് കുറച്ച് ഒരു ലാൻഡ് ക്രൂസറിന്റെ ഒരു സ്റ്റൈലാണ്. അപ്പം കുറച്ചും കൂടെ ഒരു റഗഡ് സ്റ്റൈലിലുള്ള ഇതാണ്. അപ്പം ഖത്തറീസ് ബീങ് വെരി ആക്റ്റീവ് ഇൻ ഡെസേർട്സ് ആൻഡ് ഓൾ, അവർക്ക് അങ്ങനത്തെ ഒരു ഇതുകൂടെ വേണമായിരുന്നു. അപ്പം അത് വന്നപ്പോഴത്തേക്കും ദേ ആർ ഓൾസോ അഡോപ്റ്റിംഗ് ടു ഇറ്റ്. സോ ഓപ്ഷൻസ് വന്നു, ഒത്തിരി കാറിന്റെ ഓപ്ഷൻസ് വന്നപ്പോഴത്തേക്കും അഡോപ്ഷനും കൂടി, അതിന്റെ കൂടെ ഇൻഫ്രാസ്ട്രക്ചറും വന്നു. ഇതിൽ ഈ സോളാറിന്റെ റോൾ എങ്ങനെയാണ്? സോളാർ വെച്ചിട്ട് DC ചാർജ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ AC ചാർജസ് ക്യാൻ ബി വർക്കിംഗ്, റൈറ്റ്? അപ്പം നമ്മൾ DCയിൽ ചെയ്യുന്നുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്, നമ്മൾ ഖത്തറിൽ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മുടെ OEM ഹാസ് ഡൺ ഇറ്റ്. ഇപ്പം BYD ആണെങ്കിലും സൺഗ്രോ എന്നൊരു കമ്പനി ഉണ്ട്, അവർ ഈ ഇൻവേർട്ടേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ് സോളാറിന്റെ. അവർ ദേ ഹാവ് ഗോട്ട് എ DC ചാർജ് വിച്ച് ഈസ് ഓപ്പറേറ്റിംഗ് ഓൺ എ സോളാർ. അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ചാൽ സോളാർ ഒരു എപ്പോഴും കറണ്ട് ഉണ്ടാവത്തില്ലല്ലോ, അത് ഡിപ്പെൻഡ്സ് ഓൺ ദ സൺ, റൈറ്റ്? ഇവര് അത് സ്റ്റോർ ചെയ്യും. അപ്പം സൺഗ്രോ വാസ് അഗെയിൻ എ ബാറ്ററി കമ്പനി, ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി കമ്പനി. അപ്പോൾ അവരത് സ്റ്റോർ ചെയ്തിട്ട് അവരുടെ അൽഗരിതം വെച്ചിട്ട് ദേ വിൽ സ്റ്റാർട്ട് ചാർജിങ് ദ കാർസ്. ഇതിൽ 3 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ദ കാർ ഷുഡ് നോട്ട് ഫയർ ദ ചാർജർ ഷുഡ് നോട്ട് ഫയർ ദ കാർ, and the charger should not fire the grid. ഈ 3 കാര്യങ്ങൾ കൺസെപ്ച്വൽ നോഡായിട്ട് വരുന്നത്. ഇപ്പൊ ഏതൊരു കാർ വന്നാലും സെയിം സ്പീഡ് കിട്ടണമെന്നില്ല ചാർജിങ്ങിന്. കാർ വന്ന് കാറിനും ഈ ചാർജറും തമ്മിലൊരു അൽഗരിതം ഉണ്ട്. അവരാദ്യം നോക്കും, ഇത് തമ്മിലുള്ള ഒരു കോമ്പാറ്റിബിലിറ്റി നോക്കിയിട്ട് അതനുസരിച്ചിട്ടാണ് ചാർജ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പം DC ചാർജേഴ്സിൽ we can store the power in the battery and then you can issue it. അപ്പം അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് വൈഡ്ലി അഡോപ്റ്റഡ് അല്ല ഇപ്പം ഇതുവരെയും, കാരണം അതിനുള്ളൊരു ടെക്നോളജി എത്ര അങ്ങോട്ട് വികസിച്ചിട്ടില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. It is on the way. It's only a matter of time. AC-ൽ വർക്ക് ചെയ്യാം, കാരണം AC charges for 5 hours, you can have this. അപ്പം ഒരു മോളിൽ കൊണ്ടിട്ടിട്ട് അപ്പോൾ അവിടെ ഒരു സോളാർ പാനൽ വെച്ചിട്ട് you can connect it. We are talking about around 6 to 11 kilowatt ചാർജസ്. ബിഗ് ചാർജസ് വരുമ്പോഴാണ് അവിടെ വരുമ്പോഴാണ് പവർ കൂടുതൽ വേണ്ടി വരും. അപ്പം കൺസെപ്ഷ്യലൈസ്ഡ് ആയിട്ടുണ്ട്, ചൈനയിലൊക്കെ അവർ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ റീജിയനിൽ അത് വന്നിട്ടില്ല. പക്ഷെ സോളാറിനെ കുറിച്ചും കൂടുതൽ അഡോപ്ഷൻ വരുന്ന പവർ മിക്സിലാണ് വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഈ എനർജി ഒപ്റ്റിമൈസേഷൻ അല്ലെങ്കിൽ ഒരു എനർജി എഫിഷ്യൻസി. ഇപ്പം നമ്മളൊരു എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു ക്യാമ്പസ്, ഇഫ് ഇറ്റ് ഇസ് കണക്റ്റഡ് ടു ദ പവർ ഗ്രിഡ്, ഇപ്പം നമ്മൾ മേടിക്കുന്ന ടാരിഫ് എത്രയാണോ അത് ഇൻഫ്ലേറ്റഡ് ആവാം ആഫ്റ്റർ 4 years. ഇഫ് യു പുട്ട് എ പ്രോപ്പർ സോളാർ പാനൽസ്,
and a solar solution for the building, you can have the same charge for the next 20 years. കാരണം സോളാർ പാനലിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 30 വർഷമാണ്. ഓക്കെ. അതിൽ 25 years you can have the good yield. ഓക്കെ. അപ്പം most of the solar companies will give you warranties for almost for 20 years. Yeah. Right? Jingos or Trinas and all the Chinese companies, they have good. ഇപ്പോൾ സോളാറിൽ കൂടുതലും പാനൽസ് ചൈനീസ് ആണ്. They are the masters there. അവരുടെ അവരുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ കുറവാണ്. ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളൊക്കെ when we got a lot of international investments, we started investing on buildings and all those. What they did is different. They did a lot of investment in the manufacturing segment, infrastructure segment. ഇപ്പം ചൈനയിലൊക്കെ ആണെങ്കിൽ സോളാർ പാനൽ ഉണ്ടാക്കുന്നതിനൊക്കെ വളരെ വളരെ ചീപ്പ് കോസ്റ്റാണ് വരുന്നത്. ഈവൻ ഫോർ കൺസ്ട്രക്ഷൻ സൈഡ് അവർക്ക് they can build a multi-storied or a bridge in 1 week, right? അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ if you look at Middle East, most of the construction companies are from China. ഇപ്പോൾ ഖത്തറിലെ 8 ഇന്റർനാഷണൽ സ്റ്റേഡിയംസ് നമ്മൾ ഫിഫയ്ക്ക് വേണ്ടി ചെയ്തത് അത് മിക്കതും ചെയ്തത് ചൈനീസ് കോൺട്രാക്ടേഴ്സാണ്. They were able to do it very fast. Their process is very advanced. Their technology is very advanced. അതുകൊണ്ട് സോളാറിലും ഇവരാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പം ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ആ സൊല്യൂഷൻ വെച്ചിട്ട് നമ്മുടെ പവർ മിക്സ് നോക്കും. ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൽ ഇപ്പോൾ നമുക്കൊരു 2 megawatt പവർ ഡിമാൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് ഗോ അപ് ടു 2 mega ഇൻ എ സോളാർ പവർ ഇൻഫ്രാസ്ട്രക്ചർ. പക്ഷേ പ്രശ്നം ഇറ്റ് ഈസ് എ സീസണൽ തിങ്. ലൈക്ക് മോർണിംഗ് 6:30 to 4:30 ഇസ് എ പീക്ക് തിങ്. അപ്പോൾ ആ സമയത്ത് പവർ മിക്സ് ചെയ്യും നമ്മൾ. അപ്പം ആ സമയത്ത് നമ്മുടെ ഗ്രിഡിൽ നിന്നുള്ള പവർ കുറഞ്ഞിട്ട് ഇവിടെ നിന്നുള്ള പവർ വരും. അപ്പോൾ അത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഒരു കോസ്റ്റ് ഓഫ് പവർ ഈസ് ബിക്കമിങ് ചീപ്പർ. അപ്പം ഗ്രിഡിൻ്റെ ഇൻഫ്ലേഷൻ കൂടുമ്പോഴും നിങ്ങളുടെ സോളാർ പവറിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് സെയിം ആണ്. അതുകൊണ്ടാണ് മിക്കവരും ഇപ്പോൾ സോളാറിലോട്ട് അഡോപ്റ്റ് ചെയ്യുന്നത്. ഇതിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഇപ്പോൾ ഈ ബാറ്ററിയുടെ ഈ അല്ലെങ്കിൽ ഈ സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുകയാണെന്നുണ്ടെങ്കിൽ ഈവൻ ഈ ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് വരില്ല. കാരണം അതിനാണ് ഈ ഫിനാൻസ് മോഡൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. അപ്പം ചില കസ്റ്റമേഴ്സിന് ബാറ്ററി അഡോപ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് കാപെക്സ് കൂടുതൽ വേണ്ടി വരും. ഇപ്പോൾ ബാറ്ററീസ് ആർ ബിക്കമിങ് ചീപ്പർ ആൻഡ് ദ ടെക്നോളജി ഈസ് ഓൾസോ ഇംപ്രൂവിങ്. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് കോസ്റ്റ്ലിയർ. ഇനിഷ്യൽ കോസ്റ്റ് കൂടുതലാണ്. അപ്പം നമ്മളാണെങ്കിൽ നമ്മുടെ ഇപ്പം ഒരു പവർ പർച്ചേസ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അത് നമ്മൾ ഇപ്പം ഗവൺമെന്റ്സ് ആയിട്ടൊക്കെ പണ്ട് മുതലേ ബിഗ് ഡെവലപ്പേഴ്സ് ലൈക്ക് NG വേർ ഐ വർക്ക്ഡ് എർലിയർ, അല്ലെങ്കിൽ ടോട്ടാൽ, ഇവിടെയാണെങ്കിൽ അദാനി, അവരൊക്കെ ഒരു പവർ പർച്ചേസ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. 20 yearsലോട്ട് അവർ ലീസ് ചെയ്യും അവരുടെ പവർ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ദ ഗവൺമെന്റ് പേസ് ബാക്ക് for whatever power they are producing. Always there is a KPI, how much you can produce, and that tariff is fixed. അപ്പോൾ അതിൽ ഇൻഫ്ലേഷൻ വരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ നമ്മൾ ഇതേ മോഡൽ we adopted into C&I segment, which is mostly commercial and industrials. അപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വെയർ ഹൗസ് കമ്പനി ഉണ്ട്. അവരുടെ കോർ ബിസിനസ് ഇസ് അബൌട്ട് ലോജിസ്റ്റിക്സ്, സെല്ലിംഗ് സ്പേസസ് ആൻഡ് ഓൾ. അപ്പോൾ അവരൊരു വെയർ ഹൗസ് ഉണ്ടാക്കി അവരുടെ ടാരിഫ് ഈസ് ഓൾവേസ് എബവ് ദാൻ ദ നോർമൽ പീപ്പിൾ ടാരിഫ്, റൈറ്റ്? അപ്പം how can they be more cheaper, or how can they give the customer that benefit of rental benefit ഒക്കെ വരുന്നത്? അങ്ങനെ വന്നപ്പോഴാണ് they want to put a solar panels. അപ്പോൾ അങ്ങനെ വരുമ്പം if they want to put a 2 mega, 4 mega, we are talking about almost $2.5 million. അപ്പോൾ ഈ $2.5 million നമ്മൾ ഒരു പവർ പ്ലാന്റിലോട്ട് ഇടുമ്പം ആ സെയിം പൈസ അവർക്ക് വേറെ എന്തെങ്കിലും അവരുടെ കോർ ബിസിനസ്സിലോട്ട് ചെയ്യാം. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ ഞങ്ങളൊരു പവർ പർച്ചേസ് എഗ്രിമെന്റ് ഫോർ commercial and industrial customers. അതിനകത്ത് വെച്ചാൽ we will do the similar thing what these big developers are doing. We will do the solution for them, we will deploy it, we will manage it for 20 years. 20 yearsലോട്ടുള്ള പവർ അവർക്ക് നമ്മുടെ അടുത്ത് നിന്ന് മേടിക്കാം വിത്ത് എ ഫിക്സ്ഡ് കോസ്റ്റ്. സോ ഗ്രിഡ് ഇൻഫ്ലേറ്റ് ചെയ്താലും അവരുടെ കറണ്ട് പവർ ഈസ് സേഫ്. അതുപോലെ തന്നെ നമ്മൾ വാട്ട് വി ഡു ഈസ് ദ എനർജി എഫിഷ്യൻസി പാർട്ട് ഓഫ് ഇറ്റ്. സോ വി ലുക്ക് അറ്റ് ഹൗ ദിസ് ഇൻഫ്രാസ്ട്രക്ചർ ഇസ് ബീൻ യൂസ്ഡ്, വാട്ട് ഈസ് ദ ബിൽഡിംഗ് എൻവലപ്പ്, ഇവരെ എത്ര പവർ HVAC യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഖത്തറിലൊക്കെയാണ് കൂടുതലും കൂളിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ HVAC ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം അതിനകത്തൊക്കെ പഴയ എക്യുപ്മെൻറ്റ്സ് വരുമ്പോൾ അതിൻ്റെ കൺസപ്ഷൻ കൂടുതലായിരിക്കും. നമ്മളെന്ത് ചെയ്യും, നമ്മൾ പറയും ഓക്കെ വി ക്യാൻ ഡു ദ കംപ്ലീറ്റ് മേക്ക് ഓവർ ഓഫ് ദിസ് എൻ്റയർ ഇൻഫ്രാസ്ട്രക്ചർ by replacing or retrofitting a bit of it, right? അപ്പോൾ അതും നമ്മൾ ഇതുപോലെ ചെയ്യും, ആസ് എ സർവീസ് ചെയ്യും. ഇതൊരു വോഡഫോണിന് കണ്ടൊരു കൺസെപ്റ്റാണ് ആസ് എ സർവീസ് മോഡൽ, റൈറ്റ്? അപ്പം നമ്മൾ ക്യാപെക്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർ മന്ത്ലി നമുക്ക്
പേജ്. അപ്പോൾ അതിലും KPIs SLAs ഉണ്ട്. ഓക്കെ. അപ്പം കസ്റ്റമറിന് ഗുണമെന്ന് വെച്ചാൽ ദേ ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് എനിത്തിങ് വിച്ച് ഇസ് നോട്ട് ദെയർ കോർ ബിസിനസ്, വിച്ച് ഈസ് അവർ കോർ ബിസിനസ്. കറക്റ്റ്. സോ വി എൻഷുർ ദാറ്റ് നമ്മൾ വാട്ട് എവർ വി ആർ ബെസ്റ്റ് അറ്റ്, we offer the best service. And whatever they are best, they will offer that to their end customer. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു പവർ മിക്സും എനർജി എഫിഷ്യൻസിയും കൂടെ വരുമ്പോഴത്തേക്കുമാണ് നമുക്കൊരു പവർ സെക്യൂരിറ്റി ഉണ്ടാക്കാൻ പറ്റുന്നത്. ബീറ്റ് ഇൻ എ കൺട്രി, ബീറ്റ് ഇൻ എ ക്യാമ്പസ്, ബീറ്റ് ഇൻ എ ബിൽഡിംഗ്, ആ ഒരു സെക്യൂരിറ്റി വരുന്ന ആ ഒരു ടൈമിലാണ്. അപ്പോൾ സോളാർ ഇസ് ഗോയിങ് ടു മേക്ക് എ ലോട്ട് ഓഫ് road, maybe inroads into these things, but still with solar you cannot have the power security what you are looking at. You need to have a power management efficient. അതിന് BMS എന്നൊക്കെ സംഭവമുണ്ട്, ബിൽഡിംഗ് മാനേജ്മെന്റ് സിസ്റ്റംസ്, അല്ലെങ്കിൽ അവരുടെ HVAC എക്യുപ്മെൻറ്റിൻ്റെ ചില്ലർ മാനേജ്മെൻറ്റ് പ്ലാറ്റ്ഫോംസ്, ഇതൊക്കെ വെച്ച് നോക്കിയിട്ട് ഒരു ബേസ് ലൈൻ ഉണ്ടാക്കും. നിങ്ങളിപ്പോൾ ഒരു ഹോട്ടലാണെന്നുണ്ടെങ്കിൽ അക്രോസ് ദ വേൾഡ് ഹോട്ടൽസിൻ്റെ എത്രയാണ് അവരുടെ പവർ കൺസപ്ഷൻ, ഒരു ഇത്ര സ്പേസ് മാനേജ് ചെയ്യാൻ എത്ര പവർ, അത് വെച്ചിട്ട് നമ്മൾ നോക്കും. ഓക്കെ, ഇപ്പോഴത്തെ ഹോട്ടലിൽ എത്രയുണ്ട്, എന്നിട്ട് എവിടെയാണ് വേരിയൻസ് വരുന്നത്, എന്നിട്ട് അത് വെച്ചിട്ട് നമ്മളൊരു പ്ലാൻ കൊടുക്കും അവർക്ക് എങ്ങനെ ഓപ്റ്റിമൈസ് ചെയ്യാം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സോളാർ വെക്കാൻ പറയും. ഓക്കെ. നൗ ദിസ് ഇഷ്യൂ ഈസ് സോളാറിന് ഒത്തിരി സ്ഥലം വേണം, റൈറ്റ്? ഇപ്പോൾ ഹോട്ടൽസിലോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിലോ അതിനൊരു പവറിന് ഈ സോളാർ വെക്കുന്നതിൻ്റെ ഒരു സ്ഥലത്തെ ഒരു ഡിമാൻഡ് ഇസ് വെരി ലെസ്. അതുപോലെ ഷെയ്ഡിങ് പാടില്ല. വേറൊരു ബിൽഡിംഗ് അപ്പുറത്തുണ്ടെങ്കിൽ അതിൻ്റെ ഷെയ്ഡിങ് വരണം. അതിനേതായ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേറെ ഏത് നിലയിൽ ഇത് അതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ ഉണ്ട് നമ്മുടെ ഫസാഡ് സോളാർ എന്ന് പറയും. ദാറ്റ് കനോട്ട് ഗ്യാരണ്ടി ദ സെയിം പവർ വിച്ച് യു ക്യാൻ പ്രൊഡ്യൂസ് ഫ്രം rooftop solar, but still it is something good for you. അതായത് നമ്മുടെ ഭിത്തികളുടെ സൈഡിലെ ഭിത്തിയിൽ വെക്കുന്ന ഫസാഡ് ഇപ്പോൾ സോളാർ ഫസാഡ്സ് ഉണ്ട്. അത് പല കളറിലുണ്ട്, പല ഷേപ്പിലുണ്ട്. പണ്ടൊക്കെ എല്ലാവരും വിചാരിച്ചു സോളാർ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണം. ഇപ്പം യു ക്യാൻ ഹാവ് എ ഫ്ലെക്സിബിൾ സോളാർ. ഇപ്പം ദുബായിലെ എക്സ്പോ 2020 പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ മിക്ക പവലിയൻസും ഒരു ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള തിങ്സ് ആണ്. അപ്പം UAE പവലിയൻ ഉണ്ട്, അതൊരു ഇങ്ങനെ ഇരിക്കുന്ന സാധനമാണ്, ഒരു കേർവ്ഡ് സ്പേസ് ആണ്. അത് മൊത്തം സോളാറാണ്. അതിൽ വൈറ്റ് കളറാണ്, സോളാർ പാനൽ ഇസ് വൈറ്റ് കളർ. അപ്പം ഇതിന് ബിൽഡിംഗ് ഇൻ്റഗ്രേറ്റഡ് PV എന്ന് പറയും. അപ്പം അത് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് എ ബിൽഡിംഗ് മെറ്റീരിയൽ. അതിന് 2-3 കാര്യങ്ങൾ നോക്കാനുണ്ട്. അതിനകത്ത് നോക്കേണ്ട ഒരു കാര്യമാണ് ഫയർ സേഫ്റ്റി. അപ്പം ഫയർ റേറ്റഡ് പാനൽസ് ആയിരിക്കണം. അപ്പം അതിനുള്ള അപ്രൂവൽസ് വേണം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് ചെയ്യുന്നുണ്ട്, അതിനുള്ള അപ്രൂവൽസ് ഒക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇഫ് യു കമ്പയർ വിത്ത് ദുബായ് ഓർ KSA, they already have approved panels. Our same panels നമ്മൾ കൊണ്ടുവരുന്നത്. As part of our business, we are bringing in new technologies. So these are all again from China? അല്ല, ചൈനീസും ഉണ്ട്, നമ്മൾ യൂസ് ചെയ്യുന്ന കാനഡയിൽ നിന്നുള്ള സാധനം. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ ചൈനീസ് കമ്പനീസ് ആർ ഓൾസോ ഗുഡ് ഇൻ ദിസ്. ബട്ട് നമ്മൾ നോക്കിയത് ബിൽഡിംഗ് മെറ്റീരിയൽസ് ഉണ്ടാക്കുന്ന കമ്പനിയാണ് ഇതിന് ബെസ്റ്റ് എന്നുള്ള ഇതിലാണ്. നമ്മൾ പാർട്ട്ണർഷിപ്പ് ചെയ്തൊരു കമ്പനി പഴയൊരു ബിൽഡിംഗ് മെറ്റീരിയൽ കമ്പനിയാണ്, ഫസാഡ് ഉണ്ടാക്കിയിരുന്ന കമ്പനിയാണ്. അവർ ദേ ആർ ബേസ്ഡ് ഇൻ കാനഡ, ഇറ്റ്സ് കോൾഡ് മൈട്രിക്സ്. അപ്പം അവർ ഇതിനകത്തൊരു പയനിയേഴ്സ് ആണ്. അപ്പം വെൻ യു ബ്രിങ് സംതിങ് ടു ദ കസ്റ്റമർ, വി നീഡ് ടു ബി ഫുള്ളി ട്രസ്റ്റഡ് ഫസ്റ്റ്. നമ്മളൊരു സാധനം സെല്ല് ചെയ്യുമ്പോൾ അത് നമുക്ക് തന്നെ യൂസ് ചെയ്തിട്ട് അത് കറക്റ്റ് ആണെന്ന് അറിഞ്ഞാലേ നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് ഇച്ചിരി ഇഷ്ടപ്പെട്ടത് മൈട്രിക്സ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതിൽ ഫയർ സേഫ്റ്റി ഈസ് വെരി വെരി അഡ്വാൻസ്ഡ്. അപ്പോൾ അതിനുള്ള FPA റേറ്റിംഗ്സ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുണ്ടെങ്കിലാണ് ബിൽഡിങ്ങിലോട്ട് വെക്കുമ്പം യു ക്യാൻ സ്റ്റിൽ പ്രൊഡ്യൂസ് ഇറ്റ്. ഇത് ഒരു ഫുൾ പവർ ജനറേഷനായിട്ട് ഞാൻ കൺസിഡർ ചെയ്യത്തില്ല. കുറച്ചുകൂടെ ബിൽഡിംഗ് എൻവലപ്പിനെ കുറച്ചുകൂടെ കൂളാക്കും. ബൈ ഡൂയിങ് ദാറ്റ് യു വിൽ ഓൾസോ ഹാവ് പവർ ജനറേറ്റഡ് ആൻഡ് ദെൻ കളേഴ്സ് ആർ ഡിഫറെൻറ്റ്. ഇപ്പം പഴയൊരു ബിൽഡിങ് അതിൻ്റെ ഒരു കംപ്ലീറ്റ് മോഡൽ മാറ്റാൻ പറ്റും. ഒരു ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ കൊണ്ടുവന്ന് വേറൊരു തരത്തിലുള്ള ആക്ച്വലി അതെ. അപ്പം ഗ്രീൻ കളർ വരാം, അല്ലെങ്കിൽ ഓറഞ്ച്, യെല്ലോ. അതിനകത്ത് തന്നെ അതിൻ്റെ ഷെയ്ഡിങ് നോക്കും നമ്മൾ, അതിനുള്ള ട്രാൻസ്പെറൻസി. ഇപ്പം ആൾക്കാർക്ക് ഫുൾ ട്രാൻസ്പെറൻ്റ് ആണെന്നുണ്ടെങ്കിൽ പവർ ജനറേഷൻ കുറയും, ഒപ്പേക്ക് ആണെന്നുണ്ടെങ്കിൽ കൂടും. അപ്പം നമ്മൾ കൂടുതലും ചെയ്യുന്നത്, നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നത് അവരുടെ ഒരു ലോഗോസ് ഒക്കെ രാത്രിയിൽ ഓട്ടോമാറ്റിക്കലി കളർ വരുന്നതൊക്കെയാണ്, ഇലുമിനേറ്റ് ചെയ്യുന്ന സ്റ്റൈലിൽ. പിന്നെ രാവിലെ ആകുമ്പോഴത്തേക്കും ആ ഒരു കളേഴ്സും ഒക്കെ ഉണ്ട്, ബ്ലൂ, ഗ്രീൻ, അങ്ങനത്തെ ഒത്തിരി. അതുപോലെ പ്രിന്റഡ് പാറ്റേൺസും ഒക്കെ കൊണ്ടുവരാം. ലോട്ട് ഓഫ് അഡ്വാൻസ്മെന്റ് ഹാപ്പനിങ് ഇൻ ദാറ്റ് ഏരിയ. അത് ശരിക്കും പറയുകയാണെങ്കിൽ അപ്പം ബിൽഡിംഗ് മെറ്റീരിയലിന്റെ തന്നെ ഒരു
കൺസെപ്റ്റിലൊരു മാറ്റമാണ് വരുന്നത്. കറക്റ്റ്. അപ്പോൾ അതിന് അഡാപ്റ്റബിലിറ്റി ആണ് ഏറ്റവും വലിയ ഇഷ്യൂ. അപ്പോൾ അതിനകത്താണ് നമ്മൾ പറയുന്ന ഒരു മൈൻഡ് സെറ്റ്, കൾച്ചറൽ മൈൻഡ് സെറ്റ് ഹാസ് ടു ബി ദെയർ. അപ്പോൾ ഇത് വർക്കാവുമോ അല്ലെങ്കിൽ ഫയർ വരുമ്പോൾ എന്ത് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ ഒത്തിരി എഡ്യൂക്കേഷൻ കൊടുക്കണം. ഫോർ കസ്റ്റമേഴ്സ് അവയർനെസ് ഇമ്പോർട്ടൻ്റ് ആണ്. റെഗുലേറ്ററിന്റെ അപ്രൂവൽസ് വെരി ഇമ്പോർട്ടൻ്റ്. റെഗുലേറ്ററി ബോഡീസിനെ തന്നെ ആദ്യം അവെയർ ആക്കുന്നത്. എക്സാക്ട്ലി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേ സെഷൻസ് ഹോസ്റ്റ് ചെയ്യും. വി ഇൻവൈറ്റ് റെഗുലേറ്റേഴ്സ്, വി ഇൻവൈറ്റ് അവർ പാർട്ട്നേഴ്സ്, അവർ കോമ്പറ്റീറ്റേഴ്സ് ഓൾസോ. ഇപ്പോൾ ഒരു സാധനം നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുവരുമ്പോൾ കോമ്പറ്റീഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ ദാറ്റ്സ് നോട്ട് ഗുഡ് ഫോർ അസ്. അതെ റൈറ്റ്. അപ്പം ഒരു 4 പേര് എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ ദ അഡോപ്ഷൻ ഓഫ് ദ പീപ്പിൾ ആർ വെരി ഈസി. അവർക്ക് ഇവർ മാത്രമല്ല ചെയ്യുന്നത്, വേറെ ആൾക്കാരും ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു ഇത് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു നമ്മൾ ഇത്രയും സംസാരിച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ വരുന്നൊരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മലയാളികളുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വി ഹാവ് എ വെരി വെരി സൈസബിൾ പ്രവാസി പോപ്പുലേഷൻ. ആ പ്രവാസി പോപ്പുലേഷനിൽ നല്ലൊരു ശതമാനം എന്ന് പറയുന്നത് ഇപ്പം ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. ഹൈലി ക്വാളിഫൈഡ് ആൻഡ് ഹൈലി എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പോസ് ടു ഗ്ലോബൽ പ്രാക്ടീസ്. ഇതിനെ നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു ഇപ്പം കേരളം വളരെ നിലയിൽ ഉള്ള ഒരു സൊസൈറ്റിയാണ് കമ്പയർഡ് ടു അതർ ഇന്ത്യൻ സ്റ്റേറ്റ്സ്. നമ്മൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സൊസൈറ്റിയാണ്. ഇതിൻ്റെ ഒരു ഫർദർ സ്കെയിലിംഗ് അപ്പിന് ഈ NRK വിസ്ഡം അല്ലെങ്കിൽ നമ്മുടെ പ്രവാസികളുടെ ഒരു വിസ്ഡം ആൻഡ് എക്സ്പീരിയൻസ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡയലോഗ്, ഇപ്പം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഡയസ്പോറ ഡയലോഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം തന്നെ ഞങ്ങൾ കൺസീവ് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതാണ്, ഈ പ്രവാസി മലയാളികളുടെ ഒരു പ്രൊഫഷണൽ എക്സലൻസ് ഇൻ വേരിയസ് ഫീൽഡ്. ഇപ്പം അഭയ് പറയുന്ന എൻജിനീയറിംഗ് മുതൽ പ്രൊജക്ട് ഇംപ്ലിമെൻറ്റേഷൻ മുതൽ സോളാർ, ഇലക്ട്രിക്, ആൻഡ് യുവർ എക്സ്പീരിയൻസ് ഈസ് സോ ഹ്യൂജ് ആൻഡ് ഐ മീൻ ഇറ്റ് ഈസ് എ ഗ്ലോബൽ സ്കെയിലിലാണത് ഇത് ചെയ്യുന്നത്. അതുപോലെ ദർ ആർ സോ മെനി പീപ്പിൾ. ഇപ്പം സത്യത്തിൽ കേരളത്തിൽ ഇത് ഇപ്പോഴും അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു. അത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫോറം ഉണ്ടായിട്ടില്ല അതിനെ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു ഫോറം. നമുക്ക് ആകപ്പാടെ ഉള്ളതെന്ന് പറഞ്ഞാൽ സം ഓഫ് ദ ഫ്യൂ ബിഗ് NRI ബിസിനസ് പീപ്പിൾ മലയാളികൾ ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നിലയിലുള്ള കുറേ സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഐ മീൻ ദാറ്റ് ഈസ് വെരി പോസിറ്റീവ്. പക്ഷെ നമുക്ക് ഇതേ നിലയിലുള്ള ഒരു പോസിബിലിറ്റി എങ്ങനെയാണെന്ന് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യണം ഇതിൽ. ഇപ്പം ഇതേപോലത്തെ ഒരു സിസ്റ്റംസ് ഇപ്പം കേരളത്തിലെ പോലുള്ളൊരു സ്ഥലത്ത് ഐ തിങ്ക് ദാറ്റ് ഈ ഐഡിയാസ് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സൈക്ക് നമ്മുടെ മലയാളിക്കുണ്ട്. എങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ആലോചിക്കുന്നുണ്ടോ? ഐ തിങ്ക് ഒരു ഫോറംസ് ഉണ്ടാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മളിപ്പം ഖത്തറിലാണെങ്കിലും ഒക്കെ എഞ്ചിനീയേഴ്സ് ഫോറം ഉണ്ട്. നമ്മുടെ കേരളത്തിൽ പഠിച്ച കുട്ടികൾ അല്ലെങ്കിൽ നമ്മളെപ്പോലത്തെ എഞ്ചിനീയേഴ്സ് എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു ഫോറമാണ്. അവിടെ ദർ ഇസ് ലോട്ട് ഓഫ് ന്യൂ തിങ്സ് ഹാപ്പനിങ്. ലൈക്ക് ഓരോ മൺഡേയും ഐ തിങ്ക് ദർ ഇസ് എ മൺഡേ ബൈറ്റ്സ് കൈൻഡ് ഓഫ് സ്റ്റഫ് ലൈക്ക് വേർ they will have lot of people coming and talking about their experiences. Then people will come together. ഞാൻ പണ്ട് പറഞ്ഞ പോലെ ഈ സെഷൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നോളജ് ഷെയറിംഗ് സെഷൻ ആണെങ്കിലും where you have to invite regulator, government authorities, financial partners, customers, the new generation, the kids from the colleges and universities, startup kind of people. അപ്പം അവരും വന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസും കൂടെ വന്ന് ഒരു കമ്മ്യൂണിറ്റി ഹാസ് ടു ബി ദെയർ. അപ്പോൾ അത് വളരെ സൈലോട്ടാണ് ഇപ്പം നടക്കുന്നത്. ഇപ്പം ഞാനൊരു ചെറിയൊരു ഭാഗമാണ് ഈ കമ്മ്യൂണിറ്റിയുടെ. എന്നെക്കാളും ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ മലയാളികളുണ്ട്. ഇഫ് യു ഗോ ടു ദുബായ് ആൻഡ് ലോട്ട് ഓഫ് മലയാളീസ് ഹു ആർ TKM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും CET എന്നൊക്കെ പഠിച്ചിറങ്ങിയ ഒത്തിരി സീനിയർ ആയിട്ടുള്ള ആൾക്കാർ ഈ ഫീൽഡിലുണ്ട്. ഞാൻ പഠിക്കുന്നതൊക്കെ അവരുടെ അടുത്ത് നിന്നൊക്കെയാണ്. സോ വെൻ വി ഗോ ഫോർ എക്സിബിഷൻ ഓർ എ സെഷൻസ് വി മീറ്റ് പീപ്പിൾ. അപ്പം നെറ്റ്വർക്കിംഗ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ബോഡി ഉണ്ട് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ എം ഷുവർ പീപ്പിൾ വിൽ ഓൾ കം ഫോർവേഡ്, റൈറ്റ്? അതൊരു അങ്ങനത്തെ ഒരു എൻവയോൺമെൻറ്റ് നമ്മൾ ഉണ്ടാക്കണം. എന്നാൽ മാത്രമേ നടക്കത്തുള്ളൂ. ഇപ്പം കേരളത്തിൻ്റെ തന്നെ ഇപ്പം ഉദാഹരണത്തിന് യു ഹാവ് എ കമ്പനി അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന യു ആർ into multiple business അല്ലെങ്കിൽ പുറത്ത് ഒക്കെ ഇപ്പം ഫോർ ഇൻസ്റ്റൻസ് യു ആർ നൗ മൂവിംഗ് ടു സൗദി അറേബ്യ. സോ എനി പോസിബിലിറ്റി ഓഫ് ജോയിന്റ് വെഞ്ചേഴ്സ് ഇൻ കേരള ഓർ ഇന്ത്യ അങ്ങനെ ഏതെങ്കിലും നിലയിൽ? ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി ഇറ്റ്സ് എ 75 years old company in Qatar. It's called the Manai Corporation. Manai Corporation 75 years ആയിട്ട് അവർ ഖത്തറിനെ ഡെവലപ്പ് ചെയ്തൊരു കമ്പനിയാണ്. Manai Corporation has 12 different business units starting from auto to industrials. പിന്നെ ഞങ്ങൾ Manai Energy,
റൈറ്റ്. അപ്പം അവർ വി വർ ഫോക്കസ്ഡ് ഇൻ ഖത്തർ ആസ് ഓഫ് ലാസ്റ്റ് ഇയർ. ഇപ്പോൾ KSA is becoming a big thing and Qatar is one of the countries who has done major events in the GCC. അപ്പം അങ്ങനെ KSAയിലോട്ട് നമ്മൾ ഇപ്പോൾ മൂവ് ചെയ്യാണ്. അവിടെ ബിഗ് മാർക്കറ്റാണ്, നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. സോ അവർ യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ ഈസ് അവർ എക്സ്പീരിയൻസ് ആൻഡ് അവർ ആക്സസ് ടു ടെക്നോളജി. ഇതേ സാധനം ഇന്ത്യയിലും ചെയ്യാം. അപ്പം അതിനുള്ള ഒരു ഇന്ത്യയിൽ നമുക്കിപ്പോൾ ഉള്ളതൊരു ബാക്ക് ഓഫീസ് മാത്രമാണ്. വേർ വി ടോക്ക് അബൌട്ട് ബിസിനസ് സപ്പോർട്ട് ഫങ്ഷൻസ് ടു സപ്പോർട്ട് ദ വാട്ട് യു കോൾ ലൈക്ക് അവർ ഖത്തർ ഓപ്പറേഷൻസ്. അത് മാറിയിട്ട് ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ടു ദ ഇന്ത്യൻ എക്കോണമി വി ഹാവ് സ്റ്റിൽ നോട്ട് എക്സ്പ്ലോർഡ് ഇറ്റ്. പക്ഷേ ദാറ്റ് ഈസ് സംതിങ് വിച്ച് ഐ വിൽ ടേക്ക് ബാക്ക് ടു മൈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, റൈറ്റ്, ഇഫ് ദർ ഈസ് എ പൊട്ടൻഷ്യൽ ഓപ്പർച്യൂണിറ്റി. ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ കൂടുതലും പവർ ഇൻഫ്രാസ്ട്രക്ചറിലോട്ടാണ്. അപ്പം ആസ് എൻ ഓർഗനൈസേഷൻ ഓൾസോ വി ആർ ലുക്കിംഗ് ഫോർവേഡ് ഫോർ helping the customers transition into a net zero operation. Zero carbon ഒരിക്കലും എനിക്ക് എൻ്റെ ഒരു കൺസെപ്റ്റിൽ സീറോ കാർബൺ ഇസ് വെരി ടഫ്. നെറ്റ് സീറോ ഈസ് ഓൾവേസ് അച്ചീവബിൾ. നമ്മളൊരു ടാർഗറ്റ് വെക്കുമ്പോൾ തന്നെ നമ്മൾ ഖത്തറിലാണെങ്കിലും നമ്മൾ ഫോസിൽ ഇത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺ ദ അതർ സൈഡ് വി ആർ ഓൾസോ ഓഫ്സെറ്റിംഗ് ദാറ്റ്. അപ്പം ഫോസിൽ ഫ്യൂൽസ് വേണം, ഇല്ലെന്ന് പറയാൻ പറ്റില്ല, അതും വേണം. അതുപോലെ തന്നെ അത് നമ്മൾ നാച്ചറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന സമയത്ത് വി ഷുഡ് ഓൾവേസ് എൻഷുർ ദാറ്റ് വി ഹാവ് സംതിങ് എൽസ് ടു ബാലൻസ് ഇറ്റ്. അപ്പം ഇന്ത്യയിലാണെങ്കിലും ഐ തിങ്ക് ഇറ്റ്സ് മോർ ഓഫ് എ നെറ്റ് സീറോ കൈൻഡ് ഓഫ് എ വിഷൻ ദാൻ എ സീറോ കാർബൺ. അപ്പം ബിസിനസ് എൻവയൺമെൻറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇറ്റ്സ് എ വിൻ വിൻ കൈൻഡ് ഓഫ് എൻവയൺമെൻറ്റ്, ദെൻ ഒബ്വിയസ്ലി the companies back in Qatar can look at it. കേരളം പോലുള്ളൊരു സ്റ്റേറ്റ് ഇപ്പോൾ നമ്മൾ ഫോർ ഇൻസ്റ്റൻസ് ഇപ്പം ഇന്ത്യയിൽ എനിക്ക് തോന്നുന്ന ഡാറ്റ അനുസരിച്ചിട്ട് ഏറ്റവും കൂടുതൽ EV പാസഞ്ചർ കാർസ് വിൽക്കുന്ന ഒരു സ്ഥലമാണ്. ആൻഡ് നമ്മുടെ EV നേരത്തെ പറഞ്ഞ പോലെ ഇൻഫ്രാസ്ട്രക്ചർ ഈസ് സ്റ്റിൽ വെരി വെരി അണ്ടർ ഡെവലപ്ഡ്. But these are all areas where I think that some kind of a synergies could be developed. Yes, no problem. Because ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം ചാർജ് പോയിന്റ് ഓപ്പറേറ്റേഴ്സ് ഇവിടെ ഞാൻ അധികം കണ്ടിട്ടില്ല. ഇവിടെ എനിക്ക് ഒന്നോ രണ്ടോ കമ്പനീസ് EC ചാർജ് എന്നൊരു കമ്പനി ഞാൻ കണ്ടുവരുന്നത്. അപ്പം അതിൽ 2-3 കാര്യങ്ങളാണ്. അതിൽ നമുക്ക് ബേസിക് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇൻഫ്രാസ്ട്രക്ചർ വേണം, ചാർജിങ് പോയിന്റ് വെക്കാനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ വേണം. പിന്നെ റവന്യൂ മോഡൽ. സോ ഇഫ് ഐ ആം ടേക്കിംഗ് എ പ്ലേസ് ഫ്രം എനിബഡി എൽസ്, അപ്പോൾ ആൾക്കൊരു റവന്യൂ ഷെയറിംഗ് മോഡലാണെങ്കിൽ മാത്രമേ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഓണർ അപ്പോൾ ചാർജ് പോയിന്റ് ഓപ്പറേറ്റേഴ്സ് ഈസ് ദ ബിഗ്ഗസ്റ്റ് opportunity in Kerala or in India, where you have a company or a joint venture or an SPV who invest the capex for the infrastructure and then you charge the customer and share the revenue with the owner of that place. ഇപ്പോൾ ഒരു സ്ഥലം കിട്ടാൻ ഇവിടുത്തെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം സ്ഥലമാണല്ലോ. അപ്പം ഓൾറെഡി എക്സിസ്റ്റിംഗ് ഒരു ബിസിനസ് ഉണ്ട്, അവരുടെ അടുത്ത് നിന്ന് ഒരു സ്ഥലം ലീസ് ചെയ്തെടുത്തിട്ട് അവിടെ ഈ CPO കൊണ്ടൊരു EV സ്റ്റേഷൻ വെച്ചിട്ട് ആ റവന്യൂ ഷെയർ ചെയ്യുന്ന മോഡലാണ് ഏറ്റവും ഈസി ടു അപ്ഗ്രേഡ് ദ ഇൻഫ്രാസ്ട്രക്ചർ. ദെൻ കംസ് ദ പവർ ഇൻഫ്രാസ്ട്രക്ചർ, പവറിൻ്റെ അവൈലബിലിറ്റി, പവർ സെക്യൂരിറ്റി. കേരളം പോലത്തെ ഒരു സ്ഥലത്ത് പവർ സെക്യൂരിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇപ്പോഴും നമ്മൾ ഡിപ്പെൻഡിങ് ഓൺ അതർ സ്റ്റേറ്റ്സ് ആൻഡ് ഓൾ റൈറ്റ്. അപ്പം ഇതിന് പവർ വേണം. അപ്പോൾ അവിടെയാണ് ഈ സോളാർ വെച്ചിട്ട് ബാറ്ററി സ്റ്റോറേജ് വെച്ച്, അപ്പോൾ അങ്ങനെ വരുമ്പം ഈ ന്യൂ ടെക്നോളജീസ് ഹാസ് ടു ബി അഡോപ്റ്റഡ്. അപ്പം ദാറ്റ് ഈസ് വെയർ ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഇതിൽ യുവർ എക്സ്പീരിയൻസ് ഇൻ ഈ ഫിനാൻഷ്യൽ മോഡലിംഗ് ഡെവലപ്പ് ചെയ്യുന്നതിൽ എനിക്ക് തോന്നുന്നു ദർ ഈസ് എ ലോട്ട് ഓഫ് സ്കോപ്പ് ഇൻ കേരള. കാരണം ഇവിടെ ഇപ്പോഴും നമ്മുടെ KSEB ഡിസ്പൈറ്റ് ഓൾ കമ്പനി ആവുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതൊരു മൊണോപ്പൊളി ലെവലിൽ നിൽക്കുന്നത്. അപ്പോൾ അവർ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ബേസിക്കലി എക്സ്ട്രാക്ടിങ് ഫ്രം ദ കൺസ്യൂമർ. എപ്പോഴും അതാണ് പൈസ കൂട്ടി അങ്ങനെയൊന്നുള്ളത്. അതല്ലാതെ ഒരു ഇന്നോവേറ്റീവ് ഫിനാൻഷ്യൽ മോഡൽസ് ഡെവലപ്പ് ചെയ്യുന്നതിൽ ഐ തിങ്ക് there is a lot of scope, especially people with global experience coming up. They can bring up, I think that even the financial institutions in the state can be educated in this regard. So അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഗ്രീൻ ബോണ്ട് കൈൻഡ് ഓഫ് എ കൺസെപ്റ്റ് ഉണ്ട്. ഇന്റർനാഷണൽ ബാങ്ക്സ് ഒക്കെ പണ്ട് മുതൽ അത് അഡോപ്റ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇസ് വിത്ത് BNP Paribas. സോ BNP Paribas ഇസ് എ ഫ്രഞ്ച് ബാങ്ക്. അവരുടെ ഒരു ഇത് വെച്ചാൽ they will give you a better rate for e-mobility അല്ലെങ്കിൽ സോളാർ അല്ലെങ്കിൽ എനിത്തിങ് ടു റെഡ്യൂസ് കാർബൺ. സോ അവർക്കൊരു ഗ്രീൻ ബോണ്ട് ഉണ്ട്. അതിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ
ഇപ്പം നോർമൽ ഇൻട്രസ്റ്റിനേക്കാളും ഓൾമോസ്റ്റ് 20-30% ലോവർ ആണ്. പേയ്മെൻറ്റ് ഗ്യാരണ്ടീസ് ഉണ്ട്. അപ്പം ദേ ഓൾസോ ഹാവ് ലീസിംഗ് മോഡൽ. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ കസ്റ്റമർ വാണ്ട്സ് ടു don't want to invest the capex on EV infrastructure, bank will finance it. അപ്പോൾ അത് ഇന്റർനാഷണൽ ബാങ്ക്സ് ചെയ്യുന്നത്. പക്ഷെ അവർ ലോക്കൽ കസ്റ്റമേഴ്സായിട്ട് അധികം ഡീൽ ചെയ്യുന്നില്ലായിരുന്നു. അതുകൊണ്ട് വാട്ട് വി ഡിഡ് ഇറ്റ്, വി ടുക്ക് ദ സെയിം മോഡൽ to a few of the local banks in Qatar and said that, okay, why don't you adopt this? So then they told, okay, we were also planning to do these kind of things, and they adopted it. Now the beauty is, if it's a local customer, a national customer, they go to the local bank. If it's an international customer, they go to the international bank. അപ്പം banks has to be a little bit creative in the way they finance these things. അപ്പം finance models either private companies can offer or banks. For doing both the things, you need a proper regulator. ഇപ്പോൾ ഒരു ഡിസ്പ്യൂട്ട് വന്നു ഇവർ തമ്മിൽ, അപ്പോൾ അത് എങ്ങനെ മാനേജ് ചെയ്യും? ഇപ്പോൾ എസ്കോസ് അല്ലെങ്കിൽ സൂപ്പർ എസ്കോസ് എന്ന് പറഞ്ഞ കുറേ കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഡിപ്ലോയ് ചെയ്യണമെങ്കിൽ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഹാസ് ടു ബി റോബസ്റ്റ്. അതിന്റെ SOPs ഹാസ് ടു ബി വെരി ക്ലിയർ. അതിപ്പോൾ പുറത്തൊക്കെ ഉണ്ട്, നമ്മുടെ അവിടെയുണ്ട്. അല്ലെങ്കിൽ യൂറോപ്പ് ആർ ദ ഫോർ ഫ്രണ്ടേഴ്സ് ഓൺ ദിസ്. അവർക്ക് എനർജി സെക്യൂരിറ്റി വാസ് ഇഷ്യൂ. കാരണം അവർക്ക് അത്രയും പവർ സ്റ്റേഷൻസോ അല്ലെങ്കിൽ ഉണ്ടായിരുന്നില്ല. അവരിപ്പോഴും ഗ്യാസിലാണ് ഇത് ചെയ്യുന്നത്, റൺ ചെയ്യുന്നത്. അപ്പം പിന്നെ they were the forefront runners in taking the solar and all. I think next 10-15 years it will be more solar. Then comes hydrogen. Hydrogen that is something. It's a new one. Correct. We are already in it. So hydrogen is like more green than solar, right? അപ്പം അതിന്റെ പ്രൊഡക്ഷൻ ഓഫ് ഹൈഡ്രജൻ is little bit കോസ്റ്റ്ലിയർ now. അതുകൊണ്ടാണ് അഡോപ്ഷൻ അത്ര ഇത് വരാത്തത്. പഴയ സോളാർ പോലെ ഒരു 10 വർഷം മുന്നേ സോളാറിൻ്റെ റേറ്റ്സ് വളരെ ഹൈ ആയിരുന്നു. ഈവൻ ഫോർ ദാറ്റ് മാറ്റർ 4 years back സോളാർ വാസ് ഒരു കിലോവാട്ട് അവർ വാസ് അറൌണ്ട് $0.5 ആയിരുന്നത് ആ ചെറിയ പാനലിന്. ഇപ്പം അത് $0.12 ആണ്. അത്രയും വ്യത്യാസം വന്നു. ഇതുപോലെ തന്നെ ഹൈഡ്രജനും അതേപോലെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ചെയ്യുന്ന ചെറിയൊരു ഹൈഡ്രജൻ പ്രൊജക്റ്റാണ്, ഒരു 2.2 മെഗാവാട്ടിൻ്റെ പ്രൊജക്ട്സ് ആണ്. അപ്പോൾ അതിൽ നമ്മളല്ല ഡയറക്റ്റ് ചെയ്യുന്നത്, നമ്മളൊരു പാർട്ട് ഓഫ് ദ കൺസോർട്ടിയമാണ്, പാർട്ട്ണറാണ്. അപ്പോൾ അതാ പറഞ്ഞത്, നമ്മളെ ഒരു കേരളയായിട്ടുള്ള ഒരു എഞ്ചിനീയറാണ് ആ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നത്. സോ ഹീ ഈസ് ഫ്രം TKM ആൻഡ് ഈസ് എ വെരി ഫ്രണ്ട് റണ്ണർ ഓൺ ദിസ്. അപ്പം അവിടെ നമ്മൾ ചെയ്യുന്നത് ഇലക്ട്രോളൈസേഴ്സ് ആർ കമ്മിങ് ഫ്രം ചൈന. അപ്പം ഇലക്ട്രോളൈസേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യണം. സോ H2O, റൈറ്റ്? അപ്പം അങ്ങനെ നമ്മൾ ഉണ്ടാക്കി. അപ്പം ഹൈഡ്രജൻ്റെ ഗുണം എന്താ വെച്ചാൽ യു ക്യാൻ സ്റ്റോർ ഇറ്റ് ആസ് ഹൈഡ്രജൻ സെൽസ്. അത് വളരെ ക്ലീനാണ്. അതിൻ്റെ അതുപോലെ തന്നെ നല്ല പവറുണ്ട്. ഇപ്പോൾ യു ക്യാൻ യൂസ് ഫോർ, ഇപ്പം ഞാൻ വർക്ക് ചെയ്ത NG പോലത്തെ കമ്പനിയിൽ ദേ യൂസ് ഇറ്റ് ഫോർ firing up big trucks. ഈ മൈൻസിലൊക്കെ യൂസ് ചെയ്യുന്ന ഭയങ്കര വലിയ ട്രക്ക്, അതിലെ പെട്രോൾ ഡീസൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെ ടയറിന്റെ പകുതി ഉണ്ടാവും. അതുപോലത്തെ വലിയ ട്രക്സ് ഉണ്ട്. അതിലൊക്കെ ഹൈഡ്രജൻ ഇസ് വെരി വെരി യൂസ്ഫുൾ. പിന്നെ ട്രെയിൻസിൽ, യൂറോപ്പിലെ ട്രെയിൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ യൂറോപ്പിൽ ദേ ആർ യൂസിങ് ഫോർ ബസ്സസ്. അപ്പം ഐ തിങ്ക് ആഫ്റ്റർ, ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് വെരി, ഇറ്റ്സ് നോട്ട് ദാറ്റ് ചീപ്പ് ടു പ്രൊഡ്യൂസ് പവർ. Or it is not cheap to produce the hydrogen power. Green hydrogen. But I think in next 10 years it will be like the solar, നമ്മൾ ഇന്ത്യ ഓൾറെഡി ഒരു ട്രെയിൻ പരീക്ഷിക്കുന്നുണ്ട്. I think in hydrogen, India is well ahead than most of their competitors. Like NTPC has got a lot of power plants and they are trying out a lot of hydrogen powers, right? അപ്പം GCCയിലെ adoption ചെറുതായിട്ട് വരുന്നുണ്ട്. ഇറ്റ് വിൽ ടേക്ക് സം ടൈം. ബട്ട് കൂടുതൽ ഇൻഡസ്ട്രിയൽ സൈഡിലോട്ടായിരിക്കും ഹൈഡ്രജൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ട്രെയിൻസിലും ഒക്കെയാണ് യൂസ്. GCC അധികം ട്രെയിൻസ് ഒന്നും ഇല്ല, പക്ഷേ ട്രക്സിലൊക്കെ ഉപയോഗിക്കാം. പക്ഷെ ഞങ്ങളുടെ യൂസ് കേസ് കൂടുതലും വരുന്നത് ഹൈഡ്രജൻ വെച്ച് പവർ മാനേജ്മെന്റ് അങ്ങനത്തെ ഒരു ഇതിലാണ് വരുന്നത്. അപ്പോൾ അത് ഐ തിങ്ക് ഇൻ അനദർ 10 years ഇറ്റ് വിൽ ബി അക്സെപ്റ്റബിൾ ഫോർ എവരിബഡി. ഇപ്പോഴത്തെ ഈ ഒരു എനർജി സിനാറിയോ, എസ്പെഷ്യലി സോളാർ, EV ആൻഡ് ഹൈഡ്രജൻ, ഒരു 5 to 10 years down the line, where do you see this kind of a technology scaling up? I think EV will be still there. Solar will be also there for next, because solar ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ, right? The fast adoption is going to be there. The market will be more on solar, and hydrogen will start its early inroads into the market. It's all about the adaptability of the customer. Customer mindset വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിനകത്ത്. ഇപ്പോൾ കസ്റ്റമർ ഇസ് നോട്ട് റെഡി ടു അഡോപ്റ്റ് ഇറ്റ്,
because of various risks which he has. Because നമുക്കറിയില്ല അവർ മിക്കവരും തിങ്ക് ചെയ്യുന്നത് അവരുടെ ബിസിനസ് പെർസ്പെക്റ്റീവ് എന്നാണ്. ആസ് എ കൺസ്യൂമർ ഐ തിങ്ക് ഡിഫറെൻ്റ്ലി ആൻഡ് ആസ് എ ബിസിനസ് യൂണിറ്റ് ഹെഡ് ഐ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ്ലി ഐ നോ ലുക്ക് ദ തിങ്സ്. റിസ്ക് എവിടെയാണ് റിസ്ക് കൂടുതൽ, എവിടെയാണ് കൺട്രോൾ പോകുന്നതെന്നൊക്കെ ഉള്ളത് വരുമല്ലോ. അപ്പം ആ കൺസ്യൂമറിൻ്റെ അല്ലെങ്കിൽ എൻ കസ്റ്റമറിൻ്റെ ബിഹേവിയർ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതിനെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ഗവൺമെൻറ്റും റെഗുലേറ്റേഴ്സും ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചേഴ്സും പിന്നെ ഇൻ്റഗ്രേറ്റേഴ്സ് ലൈക്ക് അസ് ഹാസ് ടു വർക്ക് ഇൻ എ പ്രോപ്പർ സിനർജി. ആ ഒരു സിനർജി വന്നെങ്കിൽ മാത്രമേ അഡോപ്റ്റബിലിറ്റി നടക്കുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഷുഡ് വി ഡു ഇറ്റ്. അപ്പം ഏർലി റണ്ണേഴ്സിന് വിൽ ഓൾവേസ് ഗെറ്റ് എ ഹ്യൂജ് അഡ്വാൻറ്റേജ്, ബി ഇറ്റ് എ കസ്റ്റമർ, ബി ഇറ്റ് എ. ഞാനിത് ചോദിക്കാൻ തുടങ്ങുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ AI അഡാപ്റ്റേഷൻ വരുമ്പോഴത്തേക്ക് AI ആസ് യു നോ ഇറ്റ്സ് ഭയങ്കരമായിട്ട് പവർ കൺസ്യൂം ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ഈ ഹൈഡ്രജൻ, സോളാർ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. AI ഇപ്പോൾ ചെയ്യുന്ന കൂടുതലും ഈ ഡേറ്റ പ്രോസസ്സിങ് ചെയ്യണമെങ്കിൽ നല്ല ഹൈ എൻഡ് മെഷീൻസ് വേണം. അതെ, ഹൈ എൻഡ് ഡേറ്റ സെന്റേഴ്സ് വേണം. കമ്പ്യൂട്ടിംഗ് പവർ കൂടുന്നതനുസരിച്ച് പവർ കൺസംഷൻ കൂടും. അപ്പോൾ അവിടെ പവർ ഭയങ്കരമായിട്ട് വേണം. ഇപ്പം കൂടുതലും നമ്മുടെ ഡേറ്റ സെന്റേഴ്സ് കാണുന്നത് നമ്മൾ ഗ്രീൻ ഡേറ്റ സെന്റേഴ്സ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതിൽ നമ്മൾ 3 കാര്യങ്ങൾ ചെയ്യും. ഒന്ന്, നമ്മൾ ലുക്ക് അറ്റ് ദെയർ പവർ ഇൻഫ്രാസ്ട്രക്ചർ and introduce solar or hydrogen even if you want, but hydrogen adoption is not at there. Solar ആണ് കൂടുതൽ. സെക്കൻഡ് തിങ്, നമ്മൾ അവരുടെ വേസ്റ്റ് ഹീറ്റ് റിക്കവറി ചെയ്യുന്ന സംഭവമുണ്ട്. അവർ ഡേറ്റ സെൻറ്റർ കളയുന്ന ലോട്ട് ഓഫ് ഹീറ്റ്, ഒത്തിരി ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആ ഹീറ്റിനെ എടുത്തിട്ട് ക്യാപ്ചർ ചെയ്തിട്ട് കൺവേർട്ട് ടു എ സ്റ്റീം ആൻഡ് ദെൻ റൺ എ പവർ എൻജിൻ and then give the power back to the same data center, right? Adore concept that is circulating. Yeah, it's more of a circular economy, right? So you convert the waste heat into energy, right? Pinne നമ്മൾ നോക്കുന്നത് നമ്മൾ എങ്ങനെ, how efficient is the data center, അവരുടെ എക്യുപ്മെൻറ്റിൻ്റെ ഓപ്പറേഷൻസ്, അതിൻ്റെ റാക്കിൻ്റെ ക്രാക്ക് യൂണിറ്റ്സ് വിച്ച് ഇസ് ദ കൂളിംഗ് ഓഫ് റാക്ക്, റൈറ്റ്? അപ്പോൾ കൂളിംഗ് ആണ് ഇതിന് ഏറ്റവും വേണ്ടത്. എക്യുപ്മെൻറ്റ് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ കൂളിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഹാസ് ടു ബി വെരി 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 എഫിഷ്യൻറ്റ് ആൻഡ് സ്മാർട്ട്. അപ്പം അങ്ങനെ വരുമ്പം അഡോപ്റ്റബിലിറ്റി ഓഫ് ദ കൂളിംഗ് എക്യുപ്മെൻറ്റ്സ് വിത്ത് ദ ന്യൂ VRFs, VFDs കൈൻഡ് ഓഫ് തിങ്സ്, റൈറ്റ്? അതിന് ഒത്തിരി ടെക്നോളജി ഉണ്ട്. ഈ 3 കൺസെപ്റ്റും കൂടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഡേറ്റ സെൻറ്റർ ഉണ്ടാക്കാൻ ഒക്കത്തുള്ളൂ. You are already into that business. We are also supporting a lot of data centers in this. ഇപ്പം മിഡിൽ ഈസ്റ്റിൽ there are a lot of data centers coming up, especially in KSA. അപ്പോൾ ഗൂഗിളിൻ്റെ ആണെങ്കിലും മൈക്രോസോഫ്റ്റിൻ്റെ ആണെങ്കിലും അഷ്യൂർ ആണെങ്കിലും വിച്ച് പാർട്ട് ഓഫ് മൈക്രോസോഫ്റ്റ്, AWS, ഒത്തിരി Tier 3 ഡേറ്റ സെൻറ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒത്തിരി അപ് ടൈം വേണം. അപ്പം മൾട്ടിപ്പിൾ പവർ സോഴ്സസ് വേണം. അപ്പം പവർ ഓപ്റ്റിമൈസ് ചെയ്യുന്നതും പവർ മാനേജ്മെൻറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ അതിനകത്തൊക്കെ ഒത്തിരി ഇൻവോൾവ് ആണ്. പക്ഷേ NG പോലത്തെ കമ്പനി, ഞാൻ പണ്ട് വയ്ക്കുന്ന കമ്പനി യൂറോപ്പിൽ പണ്ട് മുതലേ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ദ എക്സ്പീരിയൻസ് വിച്ച് ഐ ഗോട്ട് ഇസ് ഫ്രം ദ കമ്പനീസ് ഓർ എ സെൻറ്റർ ഓഫ് എക്സലൻസ് വാട്ട് ദേ ഹാഡ്. നമ്മളത് അവിടെ നിന്ന് എടുത്ത് ലോക്കലൈസ് ചെയ്ത് അഡോപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദർ ഇസ് നോ കൺസെപ്റ്റ് ഓഫ് റീഇൻവെൻറ്റിങ് എനിത്തിങ്, റൈറ്റ്? സോ വി ലേൺ ഫ്രം ദ ബെസ്റ്റ് പ്രാക്ടീസസ് and then adopt it for the local. It's very important to adopt to the local, നമ്മുടെ ലോക്കൽ കണ്ടീഷൻസ്, ആ സ്പെസിഫിസിറ്റിക്ക് ആയിട്ട് ഇത് ചെയ്യേണ്ടത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ it will see, it might work in Europe, it may not work in GCC. It might work in GCC, it may not work in India. അപ്പോൾ അത് adopting locally is very very important. So I always used to say that whenever I was to work in NG or Vodafone, it's like we are an international company with a local roots. അപ്പോൾ ലോക്കൽ അഡാപ്റ്റബിലിറ്റി വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മുടെ പദ്ധതികൾ പൊളിഞ്ഞു പോകുന്ന ഈ ലോക്കൽ അഡാപ്റ്റബിലിറ്റിയുടെ ഇഷ്യൂ അഡ്രസ് ചെയ്യാത്തതിൻ്റെ അവിടെയാണ്. ലോക്കൽ പ്രസൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ഇന്ത്യയിൽ ഒരു പ്രൊജക്റ്റ് നമ്മൾ കൊണ്ടുവരുമ്പോൾ ഇന്ത്യൻസ് ഹാസ് ടു ബി ദെയർ ടു അണ്ടർസ്റ്റാൻഡ്. തന്നെ ഈ ഡിഫറെന്റ് സ്റ്റേറ്റുകളുടെ റിക്വയർമെന്റ് കൂടെ നമ്മൾ നോക്കണം. കേരളത്തിന്റെ കണ്ടീഷൻ ആയിരിക്കത്തില്ല ഒരുപക്ഷെ ഗുജറാത്തിൽ, അല്ലെങ്കിൽ ഗുജറാത്തിലായിരിക്കത്തില്ല ഉത്തർപ്രദേശ്. യു കനോട്ട് അഡോപ്റ്റ് ഇറ്റ്, അങ്ങനെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് നോക്കിയിട്ട് അത് പഠിച്ചിട്ടൊക്കെ വേണം ചെയ്യാൻ, അല്ലെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യത്തില്ല. സോ അപ്പം നമ്മുടെ ഈ ഒരു ഫോക്കസിന്റെ ഇതിൽ ഈ അടുത്ത 5 to 10 years you are into this area. Yes. I'm very clear. ഞാനിപ്പോൾ ഒരു നിമിഷം പറയുകയാണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് ടെലികോമിൽ പോയതാണ്, ഒരു വഴിതെറ്റി പോയ ആളാണ്. അതായത് ടെലികോമിൽ നിന്ന് ഐ കേം ബാക്ക് ടു എനർജി. പക്ഷേ ടെലികോമും എനർജിയും തമ്മിൽ വളരെ ഒരു
ഒരു ക്ലോസ് വർക്കിംഗ് റിലേഷൻഷിപ്പ് ഉണ്ട്. കാരണം ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ് ആണ്. അതെ. അപ്പോൾ അതിൽ പവർ വളരെ ഫോർ എക്സാമ്പിൾ പണ്ടൊക്കെ ഞാൻ നോക്കുമ്പോൾ ഞാൻ എസ്കോട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഇൻകമിംഗ് കോളിന് 18 റുപ്പീസാണ്. അതെ. അങ്ങോട്ട് വിളിക്കാൻ 23 റുപ്പീസ്. ഇൻകമിംഗ് ഫ്രീ ആണ്. അതെ. പുറത്തോട്ട് വിളിക്കാനും കുറച്ച് കാശേ ഉള്ളൂ, വളരെ മിനിമം കാശേ ഉള്ളൂ. ഇതൊക്കെ ചെയ്യുമ്പോഴും കോസ്റ്റ് ഓഫ് ഡെലിവറിങ് ദാറ്റ് സർവീസ് ഹാസ് ടു കം ഡൗൺ. അതെ അതെ. അപ്പം നമ്മൾ അതിനകത്തുള്ള കൺസെപ്റ്റ് എന്തൊക്കെയാണ്? അതിനകത്ത് പീപ്പിൾ ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, പിന്നെ പവർ ഉണ്ട്. ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് പവർ ഹാസ് ടു ബി ഒപ്റ്റിമൈസ്. പീപ്പിൾ ഒപ്റ്റിമൈസിന് ഒക്കത്തില്ല. അപ്പോൾ ഒക്കും, കാരണം ഇഫ് യു ഹാവ് എ AI തിങ് ആൻഡ് ഓൾ ദോസ് തിങ്, ഇപ്പം പഴയ പോലെ കോൺടാക്ട് സെന്റേഴ്സ് ഒന്നും വേണ്ട. ചാറ്റ് ബോട്ട്സ് ക്യാൻ ബി ഏജന്റിക് AI എന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് അഡാപ്റ്റബിലിറ്റി, കസ്റ്റമർ അഡാപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഓൾ ഫൈൻ. ബട്ട് യു ഹാവ് ടു ഹാവ് എ ലുക്ക് അറ്റ് ഹൗ ദ ഇൻഫ്രാസ്ട്രക്ചർ ഇസ് ഡൂയിങ്, റൈറ്റ്? 5G വന്നപ്പോൾ ഒത്തിരി പവർ വേണം. 2G കുറച്ച് പവർ മതി. 3G ആയപ്പോൾ കുറച്ചുകൂടെ പവർ കൂടുതൽ. 4G ആയപ്പോഴത്തേക്കും ഒത്തിരി പവർ. എനർജി ഈസ് ദ സെന്റർ ഓഫ് ഓൾ. എനർജി സെന്റർ ഓഫ് എവറിത്തിങ്. അപ്പോൾ ടെലികോം ടു എനർജി വാസ് ഓൾ. അപ്പോൾ ഞങ്ങൾ എൻ്റെ ഒരു ലൈഫിൽ ഐ ഹാവ് ബീൻ വർക്കിംഗ് വിത്ത് ടെലികോം, ബട്ട് സ്റ്റിൽ എനർജി വാസ് വൺ ഓഫ് ദ കീ തിങ് വിച്ച് ഐ ഓൾവേസ് ലുക്ക്ഡ് അറ്റ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എനർജി സേവ്ഡ് ഈസ് ദ ചീപ്പസ്റ്റ് എനർജി യു ക്യാൻ പ്രൊഡ്യൂസ്. അപ്പോൾ ആ കൺസെപ്റ്റിലാണ് ഞങ്ങൾ പോയത്. ഓക്കെ, ഹൗ ക്യാൻ യു സേവ് ദ എനർജി? But then again, there is a limit for saving of energy, right? Then you look at other cheap modes of producing energy. Angana you go into solar. Then you come hydrogen. Then you come to waste heat recovery. So you need to look at so power is very, very important. Power security is important for the country, company, and the person as well. Okay, Abhi, thank you very much for hosting me. Thank you very much.